ഐ സീ. അല്ല, എന്താണ് നിങ്ങളിപ്പോ ഇവിടെ വന്നേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആ വീട്ടിലൊരു അഹങ്കാരി പെണ്ണില്ലേ, അവളുമായിട്ട് എന്തോ സംസാരിക്കാൻ വേണ്ടിട്ടാ SP ഞങ്ങൾ വന്നിരിക്കുന്നത്. മഹാ അഹങ്കാരിയാ. അവളുടെ അഹങ്കാരമേ ഞങ്ങളുടെ മുതലാളി തീർക്കും. വെരി ഗുഡ്. എങ്കിൽ നിങ്ങളുടെ മുതലാളിക്ക് എന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. വെറുതെ നമ്മളിവിടെ നിന്ന് സംസാരിച്ച സമയം കളയാതെ ആ ബോണറ്റ് ഓപ്പൺ ചെയ്യ് ബ്രോ. ഓപ്പൺ ചെയ്യ്, നോക്കട്ടെ. എന്നോടെന്തോ തനിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്കിൾ ഇതുവരെ ഒന്നും മിണ്ടിയില്ലല്ലോ. ആ കാര്യം നിന്നോട് പറയാൻ ഞാൻ ഇത്തിരി ധൈര്യം സംഭരിക്കായിരുന്നു. എന്നാലും SP എന്തായിരിക്കും ശില്പയോട് സംസാരിക്കുന്നത്? നമ്മൾ തമ്മിൽ അധിക നാളത്തെ പരിചയമൊന്നുമില്ല. എന്നാലും നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് കീർത്തിക്ക് വേണ്ടി മിഥുനെ കൊല്ലാൻ വരെ ശ്രമിച്ച നിന്നെയാ. അത് കഴിഞ്ഞ് നേരിട്ടും ഫോണിലൂടെയൊക്കെയുള്ള നിന്റെ ചില സംസാരങ്ങൾ, അതിലൊക്കെയുള്ള നിന്റെ ബോൾഡ്നെസ്, വാക്കുകളിലെ ഫയർ, എന്ത് പ്രശ്നം വന്നാലും തൻ്റെ ഇടത്തോടെ ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം, അതൊക്കെ എനിക്ക് വേണം. അങ്കിളി പറഞ്ഞതൊക്കെ എനിക്കുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് ക്വാളിറ്റീസ് എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച് എനിക്കൊരു ജോലി തരരുത്. അങ്കിളുടേത് പോലെയുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. ഏത് ഫീൽഡായാലും പിന്നിലാവാതിരിക്കാൻ ശ്രമിക്കും. എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ സിൻസിയർ ആണെന്ന് മാത്രമേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. എന്നെ സ്നേഹിക്കുന്നവരെ ഒരു ഘട്ടത്തിലും ഞാൻ തള്ളി പറയില്ല. ജീവൻ കൊടുത്തും കൂടെ നിൽക്കും, ഏത് പ്രതിസന്ധിയിലും. മതി, അത് മതി, അതാണ് വേണ്ടത്. ഞാൻ എത്ര കൊടുത്താലും ആരിൽ നിന്നും എനിക്ക് തിരിച്ചു കിട്ടാത്ത രണ്ട് സംഗതികളാണുള്ളത്. ഒന്ന് സ്നേഹം, രണ്ടാമത്തേത് നീ ഇപ്പൊ പറഞ്ഞ സിൻസിയറിറ്റി. സ്വന്തം നിഴല് പോലും ചതിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് എൻ്റെ അവസ്ഥ. എന്റെ ചോരയിൽ പിറന്ന മക്കൾ പോലും ഓരോ നിമിഷവും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ നിമിഷം എന്റെ മക്കൾ എന്തു ചെയ്യാതിരിക്കുന്നറിയാം? ഡാഡി ഇല്ലാത്ത നേരം നോക്കി കമ്പനിയിൽ നിന്നും സ്വന്തം മുതൽ തട്ടിയെടുക്കാൻ മത്സരിക്കുകയായിരിക്കും രണ്ടാളും. ഡാഡിയെ തറപറ്റിക്കണമെന്ന കാര്യത്തിൽ മാത്രമാണ് അവരൊറ്റക്കെട്ട്. പക്ഷേ അതിൽ പോലും ഉണ്ട് ആരാണ് എന്നെ കൂടുതൽ മുറിവേൽപ്പിക്കുന്നത് എന്ന മത്സരം. അന്ന് വന്നപ്പോ ചൈത്രയെ ഞാൻ പരിചയപ്പെട്ടു. ആര്യൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഒരു ദിവസം വന്നിരുന്നു എന്ന് കീർത്തി പറഞ്ഞു. രണ്ടുപേരെയും ഭാവിയിൽ കുറച്ച് വിശദമായിട്ട് തന്നെ നിനക്ക് പരിചയപ്പെടാം. ശരി, പക്ഷേ എന്റെ ജോലി എന്താന്ന് അങ്കിൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഒറ്റവാക്കിൽ എന്താണ് നിന്റെ ജോലി എന്ന് ചോദിച്ചാൽ ആര്യനെയും ചൈത്രയെയും നേർവഴിക്ക് നടത്തുക എന്നതാണ് നിന്റെ ദൗത്യം. ഞാൻ ആദ്യം പറഞ്ഞ നിന്റെ ആ ക്വാളിറ്റികൾ ഈ ദൗത്യത്തിൽ നിന്നെ അത് സഹായിക്കും, അതെനിക്ക് ഉറപ്പാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ മര്യാദ പഠിപ്പിക്കുന്ന ഹോം ട്യൂഷൻ ടീച്ചർമാരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ പ്രായത്തിലുള്ളവരെ നേർവഴിക്ക് നടത്താൻ കഴിയുമെന്നും എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇത്രയും മുതിർന്ന മക്കളെ ഞാൻ എങ്ങനെ ശരിയാക്കി എടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നീ പറഞ്ഞ എക്സാമ്പിളിന്റെ എക്സ്റ്റൻഡഡ് വേർഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
സമയങ്ങളെ അവർക്ക് എന്താ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കാനുള്ളത്? എനിക്കും അറിയില്ല ഇതിനെ. കാര്യം അറിയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ നിന്നാ മതി എന്നാ SP പറഞ്ഞത്. അതെ, നമുക്ക് പോയി മറഞ്ഞു നിന്ന് കേട്ടാലോ? അല്ല, താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതങ്ങ് മറന്നു കളഞ്ഞേക്ക്. താല്പര്യം ഇല്ല. ഒളിഞ്ഞു കേൾക്കാൻ ശ്രമിക്കുന്നവരെ അതിന് സമ്മതിക്കേയില്ല. പട്ടി തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല, അല്ലയോ? അങ്ങനെ തന്നെ. ഭാവിയിലെ മന്ത്രിയോടാണ് സംസാരിക്കുന്നതെന്ന് ഓർത്താൽ കൊള്ളാം. ഓ ശരി. ശരി, അങ്കിള് പറഞ്ഞ പോലെ ആര്യനെയും ചൈത്രയും നേരെയാക്കാൻ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ശ്രമിക്കാം. ഗുഡ്. പക്ഷേ ഒരു സംശയം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്റെ ജോലി എന്തായിരിക്കും?